ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ സീരീസിലത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. ടുഡേ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം അമൃത്സർ ടു ജയ്പൂർ ആൻഡ് ടുഡേ വിൽ ബി സ്റ്റേയിങ് ബാക്ക് ഇൻ ജയ്പൂർ. ആൻഡ് നാളെ രാവിലെ നമ്മൾ കുറച്ച് ജയ്പൂരിലൊക്കെ കറങ്ങിയിട്ട് ദെൻ വിൽ ബി ഹെഡിങ് ഓഫ് ടു ഇൻഡോർ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ അമൃത്സറിൽ നിന്ന് ജയ്പൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദ ഡിസ്റ്റൻസ് ഫ്രം അമൃത്സർ ടു ജയ്പൂർ ഒരു 11 hour 30 minutesൻ്റെ അടുത്ത് വരും. ഏകദേശം ഒരു 654 kilometers ആണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ അതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ്. അടിപൊളി പറാട്ടയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആലു പറാട്ട, ആ ചട്നി എടുക്കും, ഗ്രീൻ ചട്നി, ഫുള്ള് ബട്ടർ തേച്ചിട്ട് ശരിയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ടയർഡാണ് കേട്ടോ. കുറേ ദിവസമായില്ലേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണു. അപ്പോൾ എല്ലാവരും നല്ല ടയർഡാണ്, നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും. സ്റ്റിൽ ഇന്ന് ജയ്പൂർ എന്തായാലും വിസിറ്റ് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു 280 kilometers കൂടി ബാക്കിയുണ്ട് ഞങ്ങൾക്ക് പോകാൻ. ഞങ്ങൾ ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചതും പറാട്ട ഭയങ്കര ഹെവി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഞ്ച് സ്കിപ്പ് ചെയ്തു. കാരണം ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ എന്തായാലും പറ്റില്ല. ഈ ജിന്ദ് ഹവേലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് വലിയ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചായ ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. ചായയും പിന്നെ ലൈറ്റ് സ്നാക്സും കഴിച്ചു. കുറേ ഫോട്ടോസൊക്കെ എടുത്തോട്ടോ. അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്യാം. ആ ഒരു കളർഫുൾ ജയ്പൂർ വൈബ്സൊക്കെ വന്നു തുടങ്ങിയിട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾക്ക് എവിടെയും കറങ്ങാനൊന്നുള്ള എനർജി ഇല്ല. അപ്പോൾ എന്തായാലും ആ രാത്രി എനിവേസ് ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ട് നാളെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ കറങ്ങുള്ളൂ. ഇപ്പോൾ അധിക സ്ഥലങ്ങളിലൊന്നും പോകാൻ എന്തായാലും ഉദ്ദേശിച്ചില്ല. മെയിൻ സിറ്റി പാലസാണ്. സിറ്റി പാലസും അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫോർട്ടിലും കൂടി പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 1-2 സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ പോകുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ രാവിലെയൊക്കെ നല്ല ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല തണുത്ത സ്ഥലത്ത് നിന്ന് വന്നിട്ട് പെട്ടെന്ന് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. റേറ്റിംഗ് ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇനി ഉള്ളിൽ പോയി നോക്കിയാലേ അറിയുള്ളൂ. 3rd floorലായിരുന്നു റൂം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ലിഫ്റ്റ് ഇല്ല. പക്ഷെ റൂമൊക്കെ നോക്കിയപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, ഇറ്റ് വാസ് വെരി സ്പേഷ്യസ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് നീറ്റ് റൂം, ലൈക്ക് വളരെ കുറവ് ഒരു നോർമൽ ബഡ്ജറ്റഡ് റൂമാണ്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് ലൈക്ക് ടു ഗുഡ്. നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആയിരുന്നു, എല്ലാം നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൺലി പ്രോബ്ലം ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. ബട്ട് ആ ഒരു നല്ല വൈബും ബാൽക്കണിയും എല്ലാമായി ഒരു നല്ല ബ്യൂട്ടിഫുൾ സ്പേഷ്യസ് റൂമായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കാറ് പാർക്ക് ചെയ്യാനും ഇതിൻ്റെ മുന്നിൽ തന്നെ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയും ഇവിടെയൊന്നും കാറ് പാർക്ക് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ സുധീറിൻ്റെയും രോഹിണിയുടെയും റൂം കാണാൻ വേണ്ടി വന്നു. അവരുടെ റൂം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഫാമിലി സൂട്ടും അവരുടെ ഹണിമൂൺ സൂട്ടും ആയിരുന്നു. അപ്പോൾ അത് കാണാൻ, ഹണിമൂൺ സൂട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ കർട്ടനൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് കാണാൻ നല്ല രസമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാണ് അവരുടെ റൂമും ഏകദേശം നമ്മുടെ റൂം പോലെ തന്നെയാണ്. പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഇങ്ങനെ കർട്ടൻസൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ടോ, അങ്ങനെ നല്ല ഒരു വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ സിറ്റി പാലസിലാണ് ഫസ്റ്റ് വന്നത്. ഞങ്ങൾ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ മുന്നത്തെ ജയ്പൂർ ട്രിപ്പിലും ഞങ്ങൾ സിറ്റി പാലസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 300 rupees ആണ് പെർ പേഴ്സൺ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഗൈഡിന് വേണമെങ്കിൽ ഗൈഡിനെ എടുക്കാം. 400-500 rupees ആണെന്ന് തോന്നുന്നു ഗൈഡിൻ്റെ ചാർജസ്. ഞങ്ങൾ ഗൈഡിനെ ഒന്നും എടുത്തില്ല. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു മാപ്പും കിട്ടും. അപ്പോൾ മാപ്പ് വെച്ചിട്ട് നമുക്ക് അതിനുള്ളിലുള്ള മ്യൂസിയംസ് ഒക്കെ കാണും. ഇപ്പോൾ ഈ പുറത്തുള്ള സ്ഥലങ്ങൾ മാത്രമേ വീഡിയോ അലൗഡ് ഉള്ളൂ കേട്ടോ. ഉള്ളിൽ ഒരു മ്യൂസിയത്തിനുള്ളിലും
വീഡിയോസ് ഓർ ഫോട്ടോസ് അലൗഡ് അല്ല, സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. അപ്പോൾ പക്ഷേ ഒരു വർത്ത് വിസിറ്റ് പ്ലേസ് ആണ് ശരിക്കും. ഇപ്പോഴത്തെ കരൺ മഹാരാജ, ഇത് മഹാരാജല്ല, അതായത് നമ്മുടെ റാംജി വെറുതെ ചുമ്മാ ഫോട്ടോന് പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ കരൺ മഹാരാജ സ്വാമി പത്മനാഭ് സിംഗ് ആണ്. എൻ്റെ ഡാർലിംഗ് വാള് വെക്കാൻ പോവാണ്, സോറി വാളെടുക്കാൻ പോവാണ്. ഝാൻസി റാണി. അങ്ങനെ ഞങ്ങൾ കറങ്ങി നല്ല വെയിലുണ്ട്. അപ്പോൾ ആ കാണുന്ന അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ മഹാരാജ, ഇപ്പോഴത്തെ കരൺ മഹാരാജ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ഇത് ഇപ്പോൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതല്ലെങ്കിൽ ഭയങ്കര ഭംഗിയാണ് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ. നോർമലി ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ നല്ല രസമായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തോ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് സോൺ. അപ്പോൾ ഡാൻസും മ്യൂസിക്കൊക്കെ രാജാവിന് വേണ്ടി പെർഫോം ചെയ്യുന്ന ആ ഒരു ഏരിയയാണിത്. എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം നല്ല ഭംഗിയുള്ള ആർട്ട് വർക്കാണ്. ആ ആർക്കിടെക്ചർ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വേണ്ടി വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഇതാണ് ഇൻവെസ്റ്റർ, എൻ്റെ ഷോപ്പിംഗ് സ്പോൺസർ. ഷോപ്പിംഗ് സ്പോൺസർ ഇതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് നല്ലൊരു ഷോർട്ട് കുർത്തിയാണ്. ഈ ഒരു ഷോർട്ട് കുർത്തി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്, അതേപോലെ ഇത് साड़ी सर मेरे पास में 1250 का भी है, 1850 का भी है और 2200. അങ്ങനെ ഷോപ്പിംഗ്, ചെറിയ ഷോപ്പിംഗ്, വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ, ചെറിയ ഷോപ്പിംഗ്. ഇവിടുന്ന് എനിക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ്. അങ്ങനെ ആ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. കാരണം രാവിലെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഹണ്ടി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് നോൺ വെജിനും ഇതിനൊക്കെ. അപ്പോൾ അങ്ങോട്ടാണ് പോണേ. ഏകദേശം എത്താറായിട്ടോ. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് എത്തി, ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഭയങ്കര വിശപ്പായിരുന്നു, അതുകൊണ്ട് മെയിനായിട്ട് ഓർഡർ ചെയ്തത് അവിടുത്തെ കീമ ബാട്ടി, മട്ടൻ വെച്ചിട്ട് ആൻഡ് മട്ടൻ ബിരിയാണി ആൻഡ് കീമ ബാട്ടി. വെരി ഡെലീഷ്യസ്. വി വർ സോ ഹാപ്പി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്നത് അമീർ ഫോർട്ടാണ്. അമീർ ഫോർട്ട് ഹില്ലിൻ്റെ മുകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ജീപ്പ് ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് 300 per person കൊടുത്തു കഴിഞ്ഞാൽ ജീപ്പിൽ അവർ നമ്മളെ കൊണ്ടുവരും. താഴെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ, സേഫായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ കാറും പോവും, നമ്മുടെ കാറും വേണമെങ്കിൽ നമുക്ക് ഓടിച്ചിട്ട് പോകാൻ പറ്റും. ബട്ട് ഞങ്ങൾ വിചാരിച്ചു വി വിൽ ഗോ ഇൻ ദ ജീപ്പ്. അപ്പോൾ ജീപ്പിൽ പോകുമ്പോൾ തന്നെ ആ പാലസൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ആൻഡ് വ്യൂ ആണ് ഈ ഒരു ഭാഗത്തുള്ളത്. जयपुर में रहते कहीं से जरूरत नहीं पड़ती गाइड की, इसमें पड़ती है। ये एक ही बोट ऐसा है वर्ल्ड हेरिटेज में आ गया वर्ष 2013 से। ये वाला और कुंभलगढ़ वाला राजस्थान में 2 फोर्ट हैं जो यूनेस्को धरोहर में शामिल है 2013 में। यहाँ काफ़ी टूरिस्ट आता है। सुबह अंग्रेज लोग आते हैं तो वो हाथी स्टैंड, देखो सर सामने लिखा हुआ हाथी स्टैंड पार्किंग, ये लाइट जल रहा है। यहाँ से हाथियों पे बैठ के, ये हाथियों का रास्ता है। ये देखो हाथी स्टैंड। ഇറ്റ് വാസ് വെരി ക്രൗഡഡ്. മെയിനായിട്ട് വ്യൂ ആണ് കാണാനുള്ളത്. അങ്ങനെയുള്ള വ്യൂ ഒക്കെ കണ്ടിറങ്ങി. ഇതതിൻ്റെ പുറത്തു നിന്നുള്ള കുറച്ച് ഷോപ്പിംഗ് ഏരിയ ആണ്. ഇതാണ് മെജിഷ്യൻ ഡ്രം. हमने उधर चेक किया ना. जाओ
देख लो मैडम नेकलेस അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി വിസിറ്റ് ചെയ്ത് വന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് താഴെ വന്നു. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, അതുകൊണ്ട് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇപ്പോൾ ഇതാണ് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ടുള്ള വ്യൂ ആണിത്. മാവോട്ട ലേക്ക് എന്നാണ് ഈ ഒരു ലേക്കിന് പറയാം. അതിൻ്റെ ആ വ്യൂ ആണ് ആ പാലസിൽ നിന്ന് നമുക്ക് കിട്ടുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനിക് വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുക. ഏകദേശം ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു. ഇപ്പം ഞങ്ങളുള്ളത് ജയ്പൂർ. നമ്മുടെ ട്രിപ്പ് എൻഡാവാറായി. നെക്സ്റ്റ് ടു MP ഇൻഡോർ. അവിടുന്ന് നമ്മുടെ കാർ എടുത്തിട്ട് ബാക്ക് ടു പൂനെ. നല്ല ടയർഡാണ്, ഭയങ്കര ടയർഡാണ്. കണ്ടോ, ഫുൾ ടാനൊക്കെയായി. മൊത്തം വന്ന പോലെ അല്ലല്ലോ, നല്ല ഫ്രഷ് ആയിട്ട് വന്നു, നല്ല വാടിയിട്ട് പോകുന്നു. അടിപൊളിയായിരുന്നു ട്രിപ്പ്, എൻജോയബിൾ ട്രിപ്പ്. ഓൾവേസ് റോഡ് ട്രിപ്പ് പ്രിഫേർഡ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഇൻഡോറിലേക്ക്. ഒരു സിംഗിൾ സ്ട്രെച്ചിൽ തന്നെ ഇൻഡോറിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ രാവിലെ ഒരു 4:30 ആകുമ്പോൾ എത്തും എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ജൽ മഹൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ആ ജൽ മഹലിൻ്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റും. ആ കാണുന്നതാണ് ജൽ മഹൽ. അപ്പോൾ അവിടെയും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ആളുകളൊക്കെ അതാ ഈ കാണുന്നതാണ് ജൽ മഹൽ. ഉള്ളിലേക്ക് എനിക്കറിഞ്ഞ് എൻട്രി ഇല്ലയെന്ന് തോന്നുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ സമയത്തും ഉള്ളിലേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കോവിഡ് കഴിഞ്ഞ ഒരു സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഡയറക്റ്റ് പോവാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. രാത്രി എവിടെയോ ഒരു സ്ഥലത്താണ്, സുക്കേത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇൻഡോർ എത്തും. പിന്നെ 250 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഇൻഡോർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊരു മോർണിംഗ് ഒരു എത്ര മണിക്ക് നമ്മളൊരു 8 മണിയാകുമ്പോൾ തിരിച്ച് ഞങ്ങൾ പൂനെയിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര ടയർഡാണ്. എനിക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര ഇതായി. ഗുഡ് മോർണിംഗ്. സമയം 5 മണിയായി. ഞങ്ങൾ ഇൻഡോർ എത്തി, 4 മണിക്ക് എത്തി. പിന്നെ ഫ്രഷൊക്കെ ആയി അവരെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പൂനെയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ വേഗം വീട്ടിലെത്തണം. നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ടയർഡാണ്. ഒരു 4-4:30-5 മണിയാകുമ്പോൾ വീട്ടിലെത്തും. മേ ബി അതിന് മുന്നേ എത്തും. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് പൂനെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ട്രിപ്പ് ശരിക്ക് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ഇൻഡോർ ടു പൂനെ പോകുമ്പോൾ ഗൂഗിളിൽ സജസ്റ്റ് ചെയ്ത റൂട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അത് ഭയങ്കര വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡ്സ് മോശമായിരുന്നു. ഭയങ്കര കച്ചാ റോഡ്സ് ആയിരുന്നു മൊത്തം. ട്രാവല് കുലുങ്ങിയിട്ടാണ് ഞങ്ങൾ ഫുൾ ട്രിപ്പ് എൻഡ് ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങൾ ടയർഡായിരുന്നു. ഇതും കൂടി ആയപ്പോൾ ഒന്നും കൂടി ഞങ്ങൾ ഏതൊക്കെയോ വഴി കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് ഒരുമാതിരി വഴിയാണ് ഗൈസ്. കുലുങ്ങി ഞങ്ങള് മോശി എത്തി. ഇപ്പോൾ 3:33. ഭയങ്കര ടയർഡാണ് കേട്ടോ. ഉറക്കം വരിക, ടയർഡ് എല്ലാം പോയിട്ട് അങ്ങനെ ഫ്ലാറ്റ് ആവണം. ഫൈനലി കണ്ടോ, എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും കേട്ടോ. അൺപാക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നല്ലൊരു സമാധാനമായിരുന്നു. ആഫ്റ്റർ 10 days ട്രിപ്പ്
പക്ഷേ ട്രിപ്പും ഇനി മിസ് ചെയ്യും. കാരണം സച്ച് എ വണ്ടർഫുൾ ട്രിപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ലോങ് ഒരു ട്രിപ്പ് പോകുന്നത്. പക്ഷേ ഈ ട്രിപ്പ് ശരിക്കും ഭയങ്കര നല്ല കുറേ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രിപ്പായിരുന്നു. ഒരു ബഡ്ജറ്റഡ് ട്രിപ്പായിരുന്നു. നോ അൺവാണ്ടഡ് എക്സ്പെൻസസ്, നോ ചൗസ് ഓർ ലൈക്ക് എവറിത്തിങ് വാസ് സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്. ഞങ്ങളുടെ ഈ 10 ഡേയ്സും ഭയങ്കര അടിപൊളിയായിരുന്നു. എവിടെയും ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ എല്ലാം പോയി. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ്. അൺപ്ലാൻഡ് ആണെങ്കിൽ പോലും എല്ലാം സ്മൂത്തായിരുന്നു. റൂംസ് ആണെങ്കിലും എവിടെയും ഞങ്ങൾക്കൊരു ബാഡ് എക്സ്പീരിയൻസ് എവിടെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രിപ്പിനായിട്ടുള്ള പ്ലാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പൂനെ ടു ഹിമാചൽ പ്രദേശ് ഈ ഒരു റോഡ് ട്രിപ്പിൻ്റെ സീരീസ് മറക്കാതെ കാണാം. അതേപോലെ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ ബൈ ഗൈസ്.